ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെയർ ട്രേഡിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ ആ പെയർ ട്രേഡിങ്ങിനെ പറ്റി മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്താണ് പെയർ ട്രേഡിംഗ് എന്ന് നോക്കാം. അതായത് പെയർ ട്രേഡിംഗ് എന്ന് പറയുന്നത് സെയിം മൂവ്മെന്റ് ഉള്ള രണ്ട് സ്റ്റോക്സുകൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിൽ ഒരു സ്റ്റോക്സ് ബൈയും മറ്റൊരു സ്റ്റോക്സ് സെല്ലും ആണ് ചെയ്യുന്നത്. പിന്നെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ രണ്ട് സ്റ്റോക്സും സ്ക്വയർ ഓഫ് ആണ് ചെയ്യുന്നത്. പിന്നെ ഈ പെയർ ട്രേഡിംഗ് നമുക്ക് ഫ്യൂച്ചറിൽ മാത്രം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാരണം നമ്മൾ ഒരു സ്റ്റോക്സ് ബൈയും മറ്റൊരു സ്റ്റോക്സ് ഷോർട്ട് സെല്ലും ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പൊസിഷൻ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇക്വിറ്റി സ്റ്റോക്സിൽ നമുക്ക് ഇപ്പോൾ ഷോർട്ട് സെല്ല് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്കിത് ഇക്വിറ്റി സ്റ്റോക്കിൽ ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിന് മാർജിൻ, നല്ല രീതിയിൽ മാർജിൻ ആവശ്യമുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പെയർ ട്രേഡിങ്ങിന് സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു സെലക്ട് ചെയ്യുന്ന സ്റ്റോക്സുകളിൽ എന്തെങ്കിലും ന്യൂസോ അല്ലെങ്കിൽ അടുത്ത റിസൾട്ടോ വരുന്നുണ്ടെങ്കിൽ അത്തരം സ്റ്റോക്സുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ എങ്ങനെയാണ് ഈ പെയർ ട്രേഡിങ്ങിൽ നമ്മൾ സ്റ്റോക്സുകൾ സെലക്ട് ചെയ്യുന്നത്, അതുപോലെ ഏതൊരു പോയിന്റിലാണ് നമ്മൾ ഈ സ്റ്റോക്സ് ബൈയും അല്ലെങ്കിൽ സെല്ല് ചെയ്യേണ്ടത്, അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ പെയർ ട്രേഡിങ്ങിൽ ആദ്യം നോക്കേണ്ടത് നല്ല പെയർസ് കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് NSE വെബ്സൈറ്റിൽ പോവാം. മാർക്കറ്റ് ഡാറ്റയിൽ ഇൻഡീസസ് കാണാം, അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് ഓരോ സെക്ടറുകളായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഓട്ടോ സെക്ടർ എടുക്കുകയാണ്. നമുക്ക് നിഫ്റ്റി ഓട്ടോ എടുക്കാം, ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഓട്ടോ സെക്ടറിലുള്ള സ്റ്റോക്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്കിവിടെ 30 ഡേയ്സ് പേഴ്സണേജ് ചേഞ്ച് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് 30 ഡേയ്സിൽ ഈ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള പേഴ്സണേജ് ചേഞ്ച് ഉള്ള സ്റ്റോക്സിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ടാറ്റ മോട്ടോഴ്സ് -10 ആണ്. അപ്പോൾ -10ൻ്റെ അടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും സ്റ്റോക്സുകൾ ഈ ലിസ്റ്റിലുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് -9 അശോക് ലൈലാൻഡ്, അതൊക്കെ -9 ആണ്. ടാറ്റ മോട്ടോഴ്സ് -10 ആണ്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് സെയിം മൂവ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടാറ്റ മോട്ടോഴ്സും അശോക് ലൈലാൻഡും ഒരു പെയർ കിട്ടി. ഇനി നമ്മൾ അടുത്ത് ചെയ്യാനുള്ളത് നിക്കോളാസ് നീലൺ വെബ്സൈറ്റിൽ പോവാം. ഇതിൽ പൊസിഷനിൽ പെയർ സ്കാനർ എന്ന് കാണാം, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഓപ്പൺ കാണാം, ക്ലിക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫയലിൽ പോവാം, എന്നിട്ട് മേക്ക് എ കോപ്പി എന്നൊരു ഓപ്ഷൻ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്കാനറിൻ്റെ കോപ്പി നിങ്ങളുടെ ഗൂഗിൾ ഷീറ്റിലേക്ക് വരുന്നതാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സൽ ഷീറ്റാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നമ്മൾ ആ ഒരു സ്റ്റോക്സിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ടാറ്റ മോട്ടോഴ്സ് ആണ് നമുക്ക് ഇട്ടിരിക്കുന്നത്. പിന്നെ അശോക് ലൈലാൻഡും ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പേരാണ് നമുക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഗ്രാഫ് കാണാൻ സാധിക്കും, രണ്ട് ടാറ്റ മോട്ടോഴ്സിൻ്റെയും അശോക് ലൈലാൻഡേയും ഏകദേശം സെയിം മൂവ്മെൻ്റാണ് രണ്ടിൻ്റെയും പോകുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത്, ഇതിന് താഴെ തന്നെ നമുക്ക് ട്രേഡിംഗ് വ്യൂവിൻ്റെ ഒരു ലിങ്ക് കിട്ടും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ താഴെ നമുക്ക് ഇസഡ് സ്കോർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും. ഇന്നിവിടെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മാർക്കറ്റ് എപ്പോഴാണ് ഈ റെഡ് കളർ വരുന്നത്. ഈ റെഡ് കളർ വരുമ്പോൾ നമ്മളിവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന ടാറ്റ മോട്ടോഴ്സ് ആണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് ബൈ ചെയ്യണം, അതുപോലെ അശോക് ലൈലാൻഡ് സെല്ല് ചെയ്യണം. ഇനി മാർക്കറ്റ് നമുക്കിവിടെ എപ്പോഴാണ് ഇത് ഗ്രീനിൽ ടച്ച് ചെയ്യേണ്ടത്, അതായത് +2 ടച്ച് ചെയ്യേണ്ടത്, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ടാറ്റ മോട്ടോഴ്സ് സെല്ല് ചെയ്യണം, അശോക് ലൈലാൻഡ് ബൈ ചെയ്യണം. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു പെയർ ട്രേഡിങ്ങിൻ്റെ ഹെഡ്ജിങ് മെത്തേഡ്. അത് നമുക്ക് പ്രീവിയസ് വന്നിട്ടുള്ള നോക്കാം. അപ്പോൾ മുമ്പ് വന്നിട്ടുള്ളത് ഓഗസ്റ്റ് 5-നാണ്. ഓഗസ്റ്റ് 5-ന് നമുക്ക് വന്നിട്ടുള്ളത്, അത് നമുക്ക് വന്നിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സ് ബൈയും അശോക് ലൈലാൻഡ് സെല്ലുമാണ്. ടാറ്റ മോട്ടോഴ്സ് ബൈയും അശോക് ലൈലാൻഡ് സെല്ലും. നമുക്ക് ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓഗസ്റ്റ് 5 എന്ന് പറയുമ്പോൾ ഇവിടെയാണ്. അപ്പോൾ ഇത് ക്ലോസിംഗ് ബേസ് നോക്കുമ്പോൾ നമുക്ക് 1016 കാണുന്നത്. ടാറ്റ മോട്ടോഴ്സ് 1016 ബൈ. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ പെയർ ട്രേഡിങ്ങിൽ പൊസിഷൻ എടുക്കുമ്പോൾ എപ്പോഴാണ് ഇസഡ് സ്കോർ നമ്മുടെ 0-ൽ ടച്ച് ചെയ്യുന്നത്, അപ്പോഴാണ് നമ്മൾ സാധാരണയായിട്ട് രണ്ട് പൊസിഷനും സ്കോർ ഓഫ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ എപ്പോഴാണ് ഇത് നമ്മുടെ ഗ്രീൻ കളർ വരുന്നത്, അപ്പോഴായിരിക്കും എക്സിറ്റ് ചെയ്യുന്നത് കൂടുതൽ നല്ലതെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ എക്സിറ്റ് വരുന്നത് 29 ഓഗസ്റ്റ് ആണ്. അതായത് 29 ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവലാണ് 29 ഓഗസ്റ്റ്. അത് 1121 ക്ലോസ് വന്നിരിക്കുന്നത്. നമുക്ക് ഏകദേശം 1121. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സെല്ലും ചെയ്തു.
അപ്പോൾ നമ്മൾ ടാറ്റ മോട്ടോഴ്സ് 1016 ബൈ ചെയ്തു. നമ്മുടെ സെല്ല് വന്നിരിക്കുന്നത് 1121 ഇനി അതേസമയം അശോക് ലെയ്ലാൻഡ് നമുക്ക് നോക്കാം. അശോക് ലെയ്ലാൻഡ് ഓഗസ്റ്റ് 5 അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 244 ക്ലോസിംഗ് ബേസ് വന്നിരിക്കുന്നത്. അപ്പോൾ 244 നമ്മൾ സെല്ലാണ് ചെയ്യുന്നത്. നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത് 29 അതായത് ഈ ഒരു ക്യാൻഡിലാണ് ബൈ ചെയ്യുന്നത്. 253.80 ക്ലോസ് വരുന്നത്. 254 നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ടാറ്റ മോട്ടോഴ്സിൽ എത്ര പോയിൻറ്റ്സ് പ്രോഫിറ്റ് കിട്ടി നോക്കാം. അപ്പോൾ ടാറ്റ മോട്ടോഴ്സിൽ നമുക്ക് 105 പോയിൻറ്റ്സിൻ്റെ പ്രോഫിറ്റാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അശോക് ലെയ്ലാൻഡിൽ എത്ര പോയിൻറ്റ് ലോസ് വന്ന് നോക്കാം. 244 സെല്ല് ചെയ്ത് 254 ബൈ ചെയ്ത് 10 പോയിൻ്റാണ് നമുക്ക് ലോസ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ലോട്ട് സൈസ് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഇക്വിറ്റി ആയിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൻ്റെ അത് എക്സ്പയർ ആയി പോയാറുണ്ട്, നമുക്ക് ഫ്യൂച്ചറിൻ്റെ ചാർട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇക്വിറ്റി കാണിക്കുന്നത്. ഈ ടാറ്റ മോട്ടോഴ്സ് ലോട്ട് സൈസ് നമുക്ക് നോക്കാം. ടാറ്റ മോട്ടോഴ്സ് ലോട്ട് സൈസ് 550. ഇപ്പം 105 ഇൻറ്റു 550. അതേപോലെ തന്നെ നമുക്കിനി അശോക് ലെയ്ലാൻഡിൻ്റെ ലോട്ട് സൈസ് നോക്കാം. അശോക് ലെയ്ലാൻഡിൻ്റെ ലോട്ട് സൈസ് എന്ന് പറയുന്നത് 5000. അപ്പോൾ നമുക്കിനി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 57,750 പ്രോഫിറ്റ് വന്നിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സിൽ. ഇവിടെ നമുക്ക് 50,000 ലോസും വന്നിട്ടുണ്ട്. നമുക്ക് ഓവറോൾ വന്നിരിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 7,750. അപ്പോൾ ഈ ഒരു ഹെഡ്ജിങ്ങിൽ നമുക്ക് കിട്ടിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 7,750. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു പെയർ എടുത്ത് നോക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഫാർമ സെക്ടർ നോക്കാം. ഇപ്പോൾ ഫാർമ സെക്ടറിൽ ഒരുപോലെ മൂവ്മെൻ്റ് ഉള്ള സ്റ്റോക്സുകൾ നോക്കാം. നമുക്ക് 30 ഡേയ്സ് പെർസെൻറ്റേജ് ചേഞ്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റിപ്ലയും കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ബയോക്കോണും ഏകദേശം സെയിം ആയിട്ടാണ് കാണുന്നത്. കണ്ടോ, 5.33, 5.31. അപ്പോൾ ഈ ഒരു ബയോക്കോണും സ്റ്റിപ്ലയും നമുക്ക് പെയർ സെലക്ട് ചെയ്യാം. ഇവിടെ ബയോക്കോൺ കൊടുക്കാം. ഇനി നമുക്കിവിടെ സ്റ്റിപ്ല കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ തന്നെ ഒരു ഐഡിയ കിട്ടും. കേട്ടോ, ഏകദേശം മൂവ്മെൻ്റ് ഒക്കെ സെയിം തന്നെയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഇസഡ് സ്കോർ നോക്കാം. അപ്പോൾ അത് റീസെൻറ്റ് വന്നിരിക്കുന്നത് ഓഗസ്റ്റ് 6 ആ ഒരു റെഡിലേക്ക് വന്നിരിക്കുന്നത്, -2 ടച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബയോക്കോൺ, അപ്പോൾ ഇവിടെ വരുമ്പോൾ ബയോക്കോൺ ബൈ ആണ് വരുന്നത്. ബയോക്കോൺ ബൈയും അതുപോലെ സിബ്ല സെല്ലും ആണ്. നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന സ്റ്റോക്സ് റെഡ് വരാണെങ്കിൽ ബൈ ചെയ്യണം, ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റോക്സ് സെല്ലും ചെയ്യണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഓഗസ്റ്റ് 6 ബയോക്കോൺ ബൈ ചെയ്യണം. അപ്പോൾ ഓഗസ്റ്റ് 6 ഇതാണ്. അപ്പോൾ ഓഗസ്റ്റ് 6 ക്ലോസിംഗ് എന്ന് പറയുന്നത് 334.50. $334.50 ബൈ ചെയ്തു. ഇനി നമ്മളവിടെ സെല്ല് വരുന്നത് സെപ്റ്റംബർ 4 സെല്ല് വരുന്നത്. അപ്പോൾ സെല്ല് വരുന്നത് 379.40 ക്ലോസിംഗ് ബേസ് നോക്കുമ്പോൾ.
ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വന്നിരിക്കുന്നത് സിപ്ലയാണ്. അപ്പോൾ സിപ്ല ഓഗസ്റ്റ് 6 വന്നിരിക്കുന്നത് 1531.90. 1531 സെല്ല്. ഇനി നമ്മൾ എക്സിറ്റ് ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ 4. ഇപ്പോൾ സെപ്റ്റംബർ 4 1651.90. 1651 എടുക്കാം. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് പ്രോഫിറ്റ് ആണ് ലോസ് ആണെന്ന് നോക്കാം. നമ്മൾ ബയോകോൺ 334.50 ബൈ ചെയ്തു, 379.40 സെല് ചെയ്തു. അപ്പോൾ 44.9 നമുക്ക് അവിടെ പ്രോഫിറ്റ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ലോട്ട് സൈസ് നമുക്ക് എത്രയാണെന്ന് നോക്കാം. ബയോകോണിൻ്റെ 2500 ലോട്ട് സൈസ്. അപ്പോൾ നമുക്കിവിടെ വരുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2500 ഇൻറ്റു 44.9, 1,12,250 നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സിപ്ലയിൽ എത്ര ലോസ് വന്ന് നോക്കാം. 1531 നമ്മൾ സെല്ല് ചെയ്തിരിക്കുന്നത്. 1651 നമ്മൾ ബൈ ചെയ്തു. അപ്പോൾ 120 പോയിൻ്റാണ് നമുക്ക് ലോസ് വന്നിരിക്കുന്നത്. അപ്പോൾ സിപ്ലയുടെ ലോട്ട് സൈസ് നോക്കാം. 650 സിപ്ല ലോട്ട് സൈസ് വരുന്നത്. അപ്പോൾ 650 ഇൻറ്റു 120, 78,000 നമുക്ക് ലോസ് വന്നിട്ടുണ്ട്. നമുക്ക് പ്രോഫിറ്റ് 1,12,250 മൈനസ് 78,000 ലോസ്. അത് നമുക്ക് ഈ ഒരു ട്രേഡിന് 34,250 പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് റഫ് കാൽക്കുലേഷൻ കാണിച്ചതാണ്. അപ്പോൾ നമുക്ക് എക്സ്പയറിക്ക് മുന്നേ എക്സിറ്റ് ആവണം. ഓക്കെ, അപ്പോൾ ഇത് സെപ്റ്റംബർ 4 ആ ഒരു ഗ്രീൻ ലൈനിൽ ടച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പയറി അതിന് മുന്നേ ആണെങ്കിൽ നമുക്ക് അതിന് മുന്നേ എക്സിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്നിരുന്നാലും ഏകദേശം നമ്മൾ രണ്ടും കൂടി ഒരു ഹെഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോഫിറ്റാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ -2 നമ്മൾ ബയോകോൺ ബൈയും സിപ്ല സെല്ലും ചെയ്യണം. അതിനുശേഷം ഇത് 0.0 ഈ ലെവൽ, ഈ ലൈൻ 0 ടച്ച് ചെയ്യുമ്പോൾ ഒരുമിച്ച് സ്കോർ ഓഫ് ചെയ്യണത്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഇത് ഗ്രീൻ ലൈൻ വരുമ്പോൾ സ്കോർ ഓഫ് ചെയ്യുമ്പോഴാണ് കൂടുതൽ പ്രോഫിറ്റ് ആയിട്ട് കാണുന്നത്. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആദ്യം കുറച്ച് നാൾ പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കാം. അതായത് എപ്പോഴൊക്കെയാണോ ഇത് റെഡ് ലൈനെ ടച്ച് ചെയ്യുന്നത്, റെഡ് ലൈനെ ടച്ച് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ബയോകോൺ എടുക്കുകയാണെങ്കിൽ ബയോകോൺ ബൈ ചെയ്യാം, സിപ്ല സെല് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എപ്പോഴാണ് ഇത് ഗ്രീൻ ലൈൻ വരുന്നത് അപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുന്നതാണ്. ഇനി അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഹെഡ്ജിങ്ങിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് വരാണെങ്കിൽ തന്നെ നിങ്ങൾക്കത് സ്കോർ ഓഫ് ചെയ്യാവുന്നതാണ് ആ പൊസിഷൻ. ഇനി ഇതേപോലെ തന്നെ ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ മുകളിലാണ് നിൽക്കുന്നതായിരിക്കും. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ജൂൺ 26 ഇവിടെ മുകളിലാണ്, ഗ്രീൻ ലൈനാണ് ടച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ജൂൺ 26 നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോകോൺ സെല്ലാണ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ജസ്റ്റ് ജൂൺ 26. അപ്പോൾ ജൂൺ 26 ഇവിടെയാണ്. അപ്പോൾ ജൂൺ 26 നമ്മൾ ബയോകോൺ സെല്ല് ചെയ്യണം. അപ്പോൾ സെല്ല് ചെയ്യുന്നത് എത്രയാണെന്ന് വെച്ചാൽ 352 ക്ലോസ് കാണിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് 352 സെല്ല് ചെയ്യാം. ഇനി നമ്മൾ എത്ര എക്സിറ്റ് ചെയ്യാൻ നോക്കാം. എക്സിറ്റ് ചെയ്യേണ്ടത് 18 ജൂലൈ 18. ഇപ്പോൾ ഇതാണ് ജൂലൈ 18. ഇപ്പോൾ ജൂലൈ 18 343 വരുന്നത്. അപ്പോൾ നമുക്കിവിടെ 9 പോയിൻ്റാണ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. ഇനി സിപ്ല നമുക്ക് നോക്കാം.
ഇപ്പോൾ 26-ാം തീയതി 1479 സിപ്ലയുടെ റേറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത് ജൂലൈ 18 1506 നമ്മൾ എക്സിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബയോക്കോൺ നമ്മൾ സെല്ലാണ് ചെയ്തിരുന്നത്. 352 സെല്ല് ചെയ്തു, 343 ബൈബാക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് അവിടെ 9 പോയിൻറ്റ് പ്രോഫിറ്റ് വന്നു. ഇൻറ്റു ബയോക്കോണിൻ്റെ ലോട്ട് സൈസ് എന്ന് പറയുന്നത് 2500. നമുക്ക് 22,500 അവിടെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഈ താഴെ നോക്കാം. ഇപ്പോൾ 1479 നമ്മൾ സിപ്ല ബൈ ചെയ്തു, 1506 നമ്മൾ സെല് ചെയ്തു. അപ്പോൾ അവിടെ നമുക്ക് 27 പോയിൻറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 27 ഇൻറ്റു 650 ലോട്ട് സൈസ്. അപ്പോൾ നമുക്കിവിടെ 17,550 പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഏകദേശം നമുക്ക് 40,000-ഓളം പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ പെയർ ട്രേഡിങ്ങിൽ നല്ല പെയർസാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അത് NSE വെബ്സൈറ്റിൽ പോവുക, മാർക്കറ്റ് ഡാറ്റിൽ ഇൻഡെക്സസിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് താഴെ ഒരുപാട് സെക്ടേഴ്സ് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നല്ല സെക്ടർ, അതായത് പ്രത്യേകിച്ച് ന്യൂസ് ഒന്നും ഇല്ലാത്ത സെക്ടറുകൾ സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ എടുക്കുന്ന ആ ഒരു സ്റ്റോക്സിലോ പെയർസിലോ എന്തെങ്കിലും ന്യൂസോ റിസൾട്ടോ വരാനുണ്ടെങ്കിൽ നമ്മൾ അത്രയും സ്റ്റോക്കുകൾ അവോയ്ഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നോക്കിയിരുന്നത് നിഫ്റ്റി ഓട്ടോയും അതുപോലെ നിഫ്റ്റി ഫാർമയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നിഫ്റ്റി ബാങ്ക് വേണമെങ്കിൽ ജസ്റ്റ് നിഫ്റ്റി ബാങ്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ 30 days പെർസെൻറ്റേജ് ചേഞ്ച് കാണാൻ സാധിക്കും. അതിൽ ഓൾമോസ്റ്റ് സെയിം മൂവ്മെൻ്റ് ഉള്ള പെർസെൻറ്റേജ് ചേഞ്ച് ഉള്ള 2 സ്റ്റോക്സുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇൻഡസ് ഇന്ത്യ ബാങ്കും ബാന്തൻ ബാങ്കും ഉണ്ടോ, രണ്ടും ഓൾമോസ്റ്റ് സെയിം മൂവ്മെൻ്റ് ആണ് കാണുന്നത്. 5.51 5.50 ആണ്, ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ആ ഒരു പേര് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്കാനറിൽ വരാം. അപ്പോൾ ഈ സ്കാനർ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കോപ്പി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്കാനറാണ്. ഇനി നമുക്കിവിടെ ആ ഒരു 2 സ്റ്റോക്സുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇൻഡസ് ഇന്ത്യ ബാങ്കും അതുപോലെ നമ്മൾ ബാന്തൻ ബാങ്കും. ജസ്റ്റ് ഇൻഡസ് ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇവിടെ ഇൻഡസ് ഇന്ത്യ ബാങ്ക്, ബാന്തൻ ബാങ്ക്. അപ്പോൾ നമുക്കിവിടെ ഒരു റഫ് ഐഡിയ കിട്ടും ചാർട്ടിൻ്റെ. ഇത് ചാർട്ടാണ്. അപ്പോൾ നമുക്ക് ഏകദേശം കണ്ടു, ഏകദേശം ആ ഒരു ചാർട്ടിൻ്റെ മൂവ്മെൻറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഏകദേശം ഒരേപോലെ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇവിടുത്തെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ട്രേഡിംഗ് വ്യൂവിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ഇത് റെഡിലോ ഗ്രീനിലോ ടച്ച് ചെയ്യുന്നത്, അപ്പോഴാണ് നമ്മൾ എൻട്രി നോക്കുന്നത്. അപ്പോൾ ഇത് റെഡിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മളിവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന പെയർ ഏതാ നോക്കാം. ആദ്യം കൊടുത്തിരിക്കുന്ന ഇൻഡസ് ഇന്ത്യ ബാങ്കാണ്. അപ്പോൾ റെഡിൽ ടച്ച് ചെയ്യണമെങ്കിൽ അത് ബൈ ആണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ പെയർ നമ്മൾ സെല്ല് ചെയ്യണം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഗ്രീനിലാണ് ടച്ച് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ പെയർ കൊടുത്തിരിക്കുന്നത്, ഇവിടെ ആദ്യത്തെ പെയർ ഇൻഡസ് ഇന്ത്യ ബാങ്ക് സെല്ല് ചെയ്യണം, ബാന്തൻ ബാങ്ക് ബൈ ചെയ്യണം. ഓക്കെ, അങ്ങനെ ആ പൊസിഷൻ ഹെഡ്ജായി കിടക്കും. അത് എപ്പോഴാണോ 0ലേക്ക് വരുന്നത് അതാണ് നമ്മൾ എക്സിറ്റ് പോയിന്റ് ആയിട്ട് കാണുന്നത്. പക്ഷേ ഇത് റെഡിലേക്ക് ടച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കാണാറ്. അപ്പോൾ നിങ്ങളിത് ഹെഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ 0ലേക്ക് ഇതുപോലെ ഈ റെഡൊക്കെ വരുമ്പോൾ അപ്പോൾ നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഹെഡ്ജിങ് പൊസിഷനിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് കാണുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ച് സ്ക്വയർ ഓഫ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു സ്ട്രാറ്റജി. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ക്യാപിറ്റൽ ആവശ്യമുണ്ട്. കാരണം ഇത് ഫ്യൂച്ചർ ട്രേഡിങ്ങിൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാപിറ്റലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഹെഡ്ജ് ചെയ്ത് ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, അപ്പോൾ നമ്മൾ ഏതൊരു സ്ട്രാറ്റജി ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് ദിവസം പേപ്പർ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്കിംഗ് ആണെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ റിയൽ ട്രേഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് ഫ്യൂച്ചറിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ക്യാപിറ്റൽ നമുക്ക് ഇതിന് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങൾ കുറച്ച് ദിവസം പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വർക്കിംഗ് ആണെങ്കിൽ നിങ്ങൾ റിയൽ ട്രേഡ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ നമ്മൾ സ്റ്റോക്ക് സെലക്ഷൻ പറഞ്ഞല്ലോ. അപ്പോൾ സ്റ്റോക്ക് സെലക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ സെയിം സെക്ടറിലുള്ള സ്റ്റോക്സുകൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്സുകളിൽ ഏതെങ്കിലും ന്യൂസോ അല്ലെങ്കിൽ അടുത്ത റിസൾട്ടോ അനൗൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സ്റ്റോക്സുകൾ പെയർ ട്രേഡിംഗ് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജിക് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.